ഹലോ മക്കളെ, അപ്പോൾ ഏകദേശം ദിബ എക്സ്പ്ലോറിങ്ങിന്റെ ഒരു 9-10 days ആവുന്നു തോന്നുന്നു. അപ്പോൾ ഞങ്ങള് നൈസായിട്ട് ഫുജറയിലേക്ക് ഇറങ്ങിയതാണ് നമ്മുടെ ആശ്രമക്കാട് ഒരു സൈറ്റ് കാണാൻ. പക്ഷേ അതൊന്ന് ബ്രേക്ക് ആയപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ദിബ മൗണ്ടൻ പാർക്ക് എന്നിട്ട് ന്യൂ പ്രൊജക്റ്റാണ്, പുതിയതായി തുടങ്ങിയ ഒരു സിറ്റിയാണ്, ഒരു ചെറിയൊരു പാർക്ക് സിറ്റിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിച്ച് നിങ്ങൾക്ക് ആ വീഡിയോ കൂടി കാണിക്കാൻ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നേരെ ദിബ മൗണ്ടൻ പാർക്ക്. വന്ന വിസിറ്റേഴ്സ് ഒന്നും അങ്ങനെ കാണാനിടയില്ല. പ്രത്യേകിച്ച് ഇവിടെ താമസിക്കുന്നവരാണെങ്കിലും റെയറായിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പം എന്തായാലും അതിൻ്റെ കാഴ്ചകളും ദിബ മൗണ്ടൻ പാർക്കിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ക്യാമറ കാണുന്നില്ല നമുക്ക്. ഇനി എന്ന് ഞാൻ പുറത്ത് വരുമ്പോൾ തോളിൽ ക്യാമറ ഇടും എങ്ങോട്ട് ഇറങ്ങണമെങ്കിലും. കാരണം ഇവിടേക്ക് പോകുന്ന ഒരു പിടുത്തുണ്ടാവില്ല. ചായ പിടിക്കാൻ പോയ ആൾക്കാർ പിന്നെ ഗോൾഫ് കാലിലും പൂജറയിലൊക്കെ പോയിട്ടൊക്കെ വരുന്നത്. യെസ്, സംഭവം സെറ്റാണല്ലേ. വേറെ മൂടാണല്ലോ. രണ്ടുമൂന്ന് റീൽസൊക്കെ വേണ്ടി കേട്ടോ സാറിന് മൊബൈലില്. ഓക്കെ, also room is there, room available. Can visit our reception. അടിപൊളിയല്ലേ, സ്റ്റോണ് ഉണ്ടാക്കിയല്ലേ. റൂമുണ്ട് ഹോട്ടലിനത്. എന്ത് രസല്ലേ, ായിട്ടുണ്ട്. മലകളുടെ നടുവിലുണ്ട് ഉണ്ടാക്കിക്കാണ്. നിങ്ങളന്ന് പോയില്ലേ ഒരു പണി, നമ്മക്ക് പോയില്ലേ, അതേപോലത്തെ ഒരു വേറൊരു മൂഡ് അല്ലേ. രസമുണ്ട്. എന്തായാലും ഐഡിയ പിന്നെ ഇവർക്ക് തന്നെ പറ്റുള്ളൂ. റൂം നോക്കി അതിന്റെ മുകളിലൊക്കെ റൂം എടുത്തു കഴിഞ്ഞാൽ വേറെ വൈബായിരിക്കും കേട്ടോ. ഇതാണ് മക്കളെ മൗണ്ടൻ പാർക്ക്. വേറെ മൂടാണ്, കാണാൻ വേണ്ടിയിട്ട് വരാനുള്ളൊരു പൂതിനാണ്. കണ്ടു ഒരു പഴയൊരു വണ്ടി എടുക്കുന്നു കേട്ടോ. പിന്നെ ഇതാ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നല്ല അടിപൊളി ഷട്ടിൽ കോട്ടൊക്കെ ഉണ്ട്, വെച്ചാൽ ബാഡ്മിൻ്റൺ കോട്ടൊക്കെ ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് പാർക്കുകളാണ് കുട്ടികൾ കളിക്കാനുള്ള. അതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറിലും വൈബിലൊക്കെ കളിക്കുമ്പോൾ അതൊരു അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ
wind up Dibba Mountain Park. That's all. Okay, going on.